ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കീ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. അതായത് റഷ്യ ഇന്നലെ രാത്രി ഏതാണ്ട് 400 ഡ്രോൺ അറ്റാക്ക് ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്. ഉക്രൈനെ ഇത്തവണ അറ്റാക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരേ സൈഡിൽ നിന്ന് മാത്രമല്ലാണ്ട് 4 സൈഡിൽ നിന്നും കൂടി ആക്രമണം അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യ. അതായത് ഏത് ഭാഗത്ത് ഏത് രീതിയിൽ ആക്രമണം വരും എന്നുള്ള ഒരു പ്രഡിക്ഷനും ഇല്ലാത്ത രീതിയിലാണ് ഡ്രോൺ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അതിൽ ഇന്നലെ കീവ്, അതേപോലെ ഡിനിപ്രോ, അതേപോലെ ഡൊനെസ്ക്, ഈ ഭാഗങ്ങളിലായിട്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണം. 10 മണിക്കൂറോളം നിർത്താത്ത രീതിയിലുള്ള നീണ്ട ആക്രമണമാണ് റഷ്യ ഉക്രൈൻ്റെ മേളിൽ കാഴ്ചവെച്ചത് ഇത്തവണ. ശരിക്കും ഈ 3 സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. 4 സൈഡ്, 1 സൈഡ് പോളണ്ട്, ആ രീതിയൊക്കെ 1 സൈഡ് പോളണ്ട് റീജിയൻ മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ 4 സൈഡ് എന്ന് പറഞ്ഞാൽ റഷ്യ ഓൾറെഡി തന്നെ സ്ഥലങ്ങൾ കയറി പിടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഉക്രൈൻ്റെ പോർഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ റഷ്യ ആക്രമണം നടത്തുകയാണ്. ഇതിലുപരിയായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഫോഴ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മിസൈലുകൾ വീണ് പൊട്ടിത്തെറിക്കുന്ന രംഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടലുണ്ടാവും. ആ രീതിയിലാണ് മിസൈലുകൾ വന്ന് പതിക്കുന്നത്. വീഴുന്ന സ്ഥലവും അതിനോട് ചേർന്ന് ഒരു ചുറ്റളവിൽ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ആ രീതിയിലാണ് മിസൈലുകൾ വന്ന് പതിക്കുന്നത്. അതിദാരുണമാണ് ഉക്രൈൻ്റെ അവസ്ഥ. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ പെൻറ്റഗൺ ആയുധങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ ഫസ്റ്റ് ഷിപ്മെന്റ്, ഈ ലോങ് പോസിന് ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ നീണ്ട ഒരു കാലയളവിലേക്ക് തടഞ്ഞു വെച്ചിരുന്ന ആ ഒരു ആയുധം വീണ്ടും കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. അപ്പം അമേരിക്ക ഇപ്പം മറ്റു പല മാർഗങ്ങളിലൂടെ ആയുധം എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അമേരിക്കയുടെ ഉള്ളിൽ പോളിസി ഇൻബൗണ്ട് ചെയ്യുന്നുണ്ട്. ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലൊക്കെ ഇങ്ങനെ മിലിറ്ററി എയ്ഡുകൾ കൊടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പോളിസി റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഉക്രൈൻ ആയുധം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, തടഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്ന രംഗമൊക്കെ നമുക്ക് കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പെൻറ്റഗണിൽ നിന്നും PTX എയർ ഡിഫൻസ് സിസ്റ്റമായിട്ടുള്ള പാട്രിയോട്ട് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് കുറച്ച് ആയുധങ്ങൾ ഉക്രൈന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തതായിട്ടും അതിനോടൊത്ത് നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മലേഷ്യയിൽ ആസിയാൻ സമ്മിറ്റ് നടക്കുന്നുണ്ട്. ആസിയാൻ മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഉള്ളൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ശരിക്കും നോർത്ത് അമേരിക്ക, അതുപോലെ തന്നെ ഏഷ്യ, യൂറോപ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ഫോറമാണത്. അപ്പോൾ ആ ബിസിനസ് ഫോറം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ എന്നുള്ള രീതിയിൽ മാർക്കോ റൂബിയോ മലേഷ്യയിൽ എത്തിയിട്ടുണ്ട്. മാർക്കോ റൂബിയോ പ്രധാനമായിട്ടും മലേഷ്യയിൽ എത്തിയത് കുറച്ച് ആയുധങ്ങൾ അവിടെ നിന്ന് മലേഷ്യയിൽ നിന്ന് മേടിച്ച് ഉക്രൈന് കൊടുക്കാം എന്നുള്ള ഒരു ഡീലിങ്സും കൂടി അവിടെ സംസാരിക്കപ്പെടുന്നുണ്ട്. അതിലുപരിയായിട്ട് ഒരു എഗ്രിമെന്റ് ഓൾറെഡി തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്. അത് മലേഷ്യക്ക് സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള ന്യൂക്ലിയർ പവർ പ്രോജക്റ്റുകളുടെ യൂസേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തികച്ചും അവിടെ വെച്ചിട്ട് മാർക്കോ റൂബിയോ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള സെർഗേ ലാവ്റോയുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ലാവ്റോയുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധ്യമല്ല എന്നുള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. റഷ്യ ഈസ് ടു അഗ്രസീവ്, അങ്ങനെ തന്നെയാണ് പറയുന്നത്. റഷ്യ അഗ്രസീവായിട്ട് ഉക്രൈനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 400 ഡ്രോണുകൾ വന്നതിൽ അതിൽ ഉക്രൈനിന് കാര്യപ്രാപ്തിയോടുകൂടി വേണ്ടത്ര രീതിയിൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 18 മിസൈലുകളാണ് ഇന്നലെ ഉക്രൈൻ്റെ ഉള്ളിൽ വന്ന് പതിച്ചത്. അതിൽ 8 എണ്ണം ബാലിസ്റ്റിക് മിസൈലുകളാണെന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതാണ് നിലവിലെ അവസ്ഥ. ഇതിന്റെ ഇടയ്ക്ക് കഥയറിയാതെ ആട്ടം കാണുന്ന കണക്ക് വേറെയും ചിലർ ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഉക്രൈനെ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് വേൾഡ് വാർ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം എങ്ങനെയാണോ റോമൻ റീബിൽഡ് റിവൈവൽ എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ ഒരു ഇറ്റലി തിരിച്ച് റിവൈവായി വന്നത്, ആ രീതിയിലുള്ള ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ് ഉക്രൈന് വേണ്ടത്. അതായത് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നില്ല, പക്ഷേ അതിനു മുമ്പേ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. സപ്പോർട്ട് മീൻസ് ആയുധങ്ങൾ കൊണ്ടുതരൂ, പൈസ കൊണ്ടുതരൂ, ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ആവശ്യം. ഹലോ, എക്സ്ക്യൂസ് മീ, ആദ്യം യുദ്ധം നിർത്തൂ, അതാണ് വേണ്ടത്. യുദ്ധം നിർത്തണം രണ്ടുപേരും. ഇത്രയും അഗ്രസീവായിട്ടുള്ള ആക്രമണത്തിലേക്ക് പോയി ഞാനൊരു പരിധിവരായി ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുകൊണ്ടിരുന്ന സമയത്ത് യുദ്ധം നിൽക്കുമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ യുദ്ധം നിർത്തണം എന്ന് പറയുന്ന ആ ഓരോ മൊമെന്റിലും ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ കുറച്ച് സംഘടനകളുണ്ടല്ലോ, യവന്മാരുടെ തൊഴുത്തിൽ കൂത്ത് പരിപാടിയാണ് ഈ യുദ്ധം നിൽക്കാതെ പോയതിന്റെ ഒറ്റ കാരണം. വേറെ ഒരു കാരണമില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ടത്. അവരുടെ കളിപ്പാവയായിട്ട് സെലൻസ്കി മാറി എന്നുള്ളതും കൂടി ഒരു വസ്തുതയാണ്. കാരണം അയാൾ വിചാരിച്ച് യവന്മാരെല്ലാവരും കൂടി നമുക്ക് ആയുധങ്ങളും പൈസയൊക്കെ തന്ന് നമുക്ക് ഇങ്ങനെ കുറെ നാൾ കൂടി യുദ്ധം നീട്ടിക്കൊണ്ട് പോകാം, എല്ലാ സഹായവും ചെയ്യും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവനൊക്കെ പറയുന്നു എന്നല്ലാണ്ട് ഒരു സാധനം പോലും ഉക്രൈന് കൊടുക്കുന്നില്ല. അതാ സ്റ്റാർമർ ഇപ്പം റിസൈൻ ചെയ്യുന്നതിന്റെ വക്കിലാണ്. അപ്പുറത്ത് മാക്രോൺ ആണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിൽ കഴിഞ്ഞാൽ അവിടെയും പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ്. പിന്നെ ആരാണ് ഈ ഉക്രൈൻ്റെ പുറകിൽ പോയി നിൽക്കാൻ പോകുന്നത്? ഇപ്പോൾ ഇതാ പുതിയൊരു അവതാരം നമ്മളുടെ മേഴ്സ് ഫ്രെഡറിക്
ജർമ്മനിയുടെ ചാൻസലർ പറഞ്ഞിരിക്കുന്നത് $500 ബില്യൺ റഷ്യ ഉക്രൈന് കൊടുക്കണം, ഉക്രൈൻ റീബിൽഡ് ചെയ്യാൻ. ഇയാളൊക്കെ ഏത് പൊസിഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ആദ്യം യുദ്ധം നടത്തുന്നത് നിർത്തും. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അവിടെ പോയിട്ട് ഓപ്പോസിറ്റ് നിന്ന് അടിക്കുന്നവൻ നീ $500 ബില്യൺ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് കോമഡിയാണ്? ഇവരൊക്കെ ഏത് കാലഘട്ടത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് തന്നെ നമുക്ക് അതിശയം തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ ടോപ്പ് ലീഡേഴ്സ് എന്നൊക്കെ പറയപ്പെടുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. തലങ്ങും വിലങ്ങും രാത്രി ഡ്രോൺ വെച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിനടുത്ത് പോയി ചോദിക്കുകയാണ്, ആ ഒരു $500 ബില്യൺ നിങ്ങൾ ഉക്രൈനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ ഒന്ന് കൊടുക്കണം. റഷ്യയുടെ പൈസ മൊത്തം യൂറോപ്പല്ലേ സീസ് ചെയ്ത് ഉക്രൈന് കൊടുക്കാന്ന് പറഞ്ഞിരുന്നത്. അത് നിങ്ങൾ കൊടുത്തോ ഇല്ലയോ? അത് ഉക്രൈൻ്റെ സെലൻസ്കി എനിക്ക് കിട്ടിയെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഒന്നും വരുന്നില്ല. ഇതാണ് നിലവിൽ റഷ്യ ഉക്രൈനിലെ ഡെവലപ്മെന്റ്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആക്രമണം വളരെ ശക്തമാണ്. ഞാൻ ഫൂട്ടേജസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടുപോക്കോളൂ. ഇന്നലെ രാത്രി അറ്റാക്ക് നടത്തിയിട്ട് ഇന്ന് രാവിലെ വെളിയിൽ വന്ന ഫൂട്ടേജസ് ആണ് ഇതൊക്കെ. ആ രീതിയിലാണ് ആക്രമണം. അതായത് റഷ്യ ഉക്രൈനെ വളഞ്ഞ് ആക്രമിക്കുകയാണ്. അതാണ് തലങ്ങും വിലങ്ങും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അമേരിക്ക ആണെങ്കിൽ ഏത് വിധേനയും ആയുധം ഉക്രൈനിൽ എത്തിക്കണം എന്നുള്ള നിലയിൽ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അപ്പൊ എന്തായാലും ആയുധം കൊടുക്കും, യുദ്ധം വീണ്ടും ആളിക്കത്തുന്നു. അതായത് യുദ്ധം നിർത്തും എന്ന് വാഗ്ദാനം ചെയ്ത ട്രംപ് ഇപ്പൊ വീണ്ടും യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ഇത്രയും സ്ഥലങ്ങളിലാണ് ഇന്നലത്തെ ആക്രമണം നടന്നത്. ഇതിൽ മെയിനായിട്ട് ഡിനിപ്രോ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പല സ്ഥലങ്ങളിലും എല്ലാം ഈർഷേവ്, ബർഷേവ്, ഗുർഷേവ് എന്നൊക്കെ പറഞ്ഞ കുറേ പേരുകളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ എടുത്ത് പറയുന്നില്ല. ആ രീതിയിൽ ചുറ്റുപാട് മൊത്തം ആ ഡിനിപ്രോ എന്ന് പറഞ്ഞ ഏരിയ സറൗണ്ടിങ് മൊത്തം ആക്രമണമാണ്. ആ രീതിയിലാണ് ആക്രമണങ്ങൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിലും തകൃതിയായിട്ടുള്ള ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ. ഇന്നലെ രാത്രി ഗാസ തവിട് പൊടിയാക്കി കളഞ്ഞിരിക്കുകയാണ് ഒരു ഏരിയ മൊത്തത്തിൽ. ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ്. കാരണം മറ്റേ ടാങ്കറിന് ബോംബ് വെച്ച് 5 ഭടന്മാരെ കൊലപ്പെടുത്തിയല്ലോ IDF-ന്റെ. അതിന് പകരം വീട്ടലിന്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി മൊത്തം IDF ഗാസയ്ക്കുള്ളിൽ അങ്ങ് നിറഞ്ഞാടിയിട്ടുണ്ട്. ആ രീതിയിലാണ് എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ ഒരു ഗാസയുടെ മാപ്പ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇത് നിലവിലെ സീസ് ഫയറിന്റെ ഡെവലപ്മെന്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ഗാസ സിറ്റി, അതേപോലെ ദൈർ അൽ ബല, ഖാൻ യൂനിസ്, ഈ ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഹമാസിന്റെ താവളങ്ങളായിട്ട് IDF ഫോക്കസ് ചെയ്ത് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ ഈ സീസ് ഫയർ കണ്ടീഷനിൽ ഇതിനു മുമ്പ് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരുന്ന ആ ഒരു കണ്ടീഷൻ പ്രകാരമാണ് ഈ ഒരു മാപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മാപ്പിൽ പറഞ്ഞിരിക്കുന്നത് ജബാലിയ, അതായത് ഈ നോർത്തേൺ ഗാസ ഭാഗത്താണ് ഈ ഒരു ജബാലിയ ഉള്ളത്. ഈ നോർത്തേൺ ഗാസ വഴിയാണ് ഈ കിബുട്സ്, ആ ഭാഗങ്ങൾ ത്രൂ ആണ് ഈ ഹമാസ് ഇരച്ചു കയറി പോയത് October 7. അപ്പോൾ ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ IDF വിഡ്രോവൽ എന്ന് പറയുന്നത് ഈ ഗാസ സിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിൽ നിന്നും ഈ ജബാലിയ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റിന്റെ അപ്പുറത്തേക്ക് IDF മാറി നിൽക്കും. ഇതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന IDF വിഡ്രോവൽ. പക്ഷേ ഹമാസിന്റെ IDF വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ ഈ ജബാലിയ കഴിഞ്ഞിട്ട് ആ റെഡ് കളർ അഥവാ ഈ ഓറഞ്ച് കളർ ആ ഒരു ലൈനില്ലേ ജബാലിയ എന്ന് പറഞ്ഞാൽ, നോർത്ത് ഗാസയിൽ നിന്നും കഴിഞ്ഞ് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് പോവും. അവിടെ പോയി മാറി നിൽക്കും, അവിടെ ബോർഡർ സെക്യൂരിറ്റി ആയിട്ട് IDF നിൽക്കും എന്നാണ് ഹമാസിന്റെ വിചാരം മാത്രം. പക്ഷേ ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെയും പോകത്തില്ല, നമ്മൾ ആ ജബാലിയ വരെയുള്ള ഭാഗത്ത് ഞങ്ങൾ നിൽക്കും, നിങ്ങൾക്ക് ഗാസ സിറ്റി ഉപയോഗിക്കാം. പിന്നെ നെറ്റ്സറീം കോറിഡോർ, ഈ നെറ്റ്സറീം കോറിഡോർ എന്ന് പറയുന്നത് ആ ഒരു കോറിഡോറിലുപരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ പെയിന്റ് കാണുന്നില്ലേ, ഒരു ചുമപ്പ് കളർ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർ, അത് ഏതാണ്ട് 6 കിലോമീറ്റർ ആണ്. അങ്ങോട്ട് ഗാസ സിറ്റിയുടെ ഭാഗത്തേക്ക് 3 കിലോമീറ്റർ, അതേപോലെ ദൈർ അൽ ബല ഭാഗത്തേക്ക് ഇങ്ങോട്ട് 3 കിലോമീറ്റർ, അങ്ങനെ 6 കിലോമീറ്റർ ആണ് ഈ ഒരു നെറ്റ്സറീം കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ 6 കിലോമീറ്റർ ഭാഗത്തും IDF മാറി നിൽക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ചില സർട്ടൺ പോയിന്റുകളുണ്ട്, ആ പോയിന്റുകളിലേ IDF നിൽക്കുള്ളൂ. അതിനെയാണ് ഈ IDF ട്രൂപ്പ് വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് റഫായിൽ ഈ മൊറാഗ് കോറിഡോർ എന്ന് പറഞ്ഞാൽ ആ കോറിഡോർ വരെ ഇസ്രായേൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ട് റഫ ആ ഒരു സലാദീൻ പറഞ്ഞ ആ ഒരു ഗേറ്റിന്റെ ഭാഗം തൊട്ട് ആ ഫിലഡൽഫി കോറിഡോർ എന്ന് വിളിക്കപ്പെടുന്ന ആ കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗത്തും ആ ഓറഞ്ച് കളർ കാണിക്കുന്ന അത്രയും സ്ഥലത്ത് IDF നിൽക്കും. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇസ്രായേലിന്റെ ബോർഡർ ഉടനീളം ലെങ്തി ആയിട്ട് ഷെയർ ചെയ്ത് പോകുന്ന സൈഡില്ലേ നെറ്റ്സറീം കോറിഡോർ, മൊറാഗ് കോറിഡോർ, സലാദീൻ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ ഭാഗത്തുള്ള ആ ഓറഞ്ച് കളർ, അവിടെയും IDF സ്റ്റേ ഓവർ ചെയ്യും. ഇതാണ് ഈ സീസ് ഫയറിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന IDF വിഡ്രോവൽ. ഈ വിഡ്രോവൽ പോസിബിൾ അല്ല, ഇത് ഞങ്ങൾക്ക് പോരാ, നിങ്ങൾ പൂർണ്ണമായിട്ടും പിന്മാറണം, ഞങ്ങളുടെ പഴയ ഗാസ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നാണ് ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പോയിന്റിലാണ് കോൺട്രാഡിക്ഷൻ വന്നിട്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അമിക്കബിളി ഒരു ഡീലിൽ എത്താൻ പറ്റാതെ സ്റ്റീവ് വിറ്റ്കോഫും അമേരിക്കയും കിടന്ന് വെള്ളം കുടിക്കുന്നത്. നെതന്യാഹു ഇതേ നിലപാടിൽ തന്നെയാണ് ഇതുവരെ നിൽക്കുന്നത്. ഇതുവരെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല.
സീസ് ഫയർ ഡീലുമായിട്ട് ഈ മൊമെന്റ് വരെ ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ്സും ഉണ്ടായിട്ടില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.